പ്രൈസ് ദ ലോർഡ്. സ്നേഹമുള്ളവരെ, 1 തിമോത്തി 2:4 വിശുദ്ധ പൗലോസ്ലീഹ പറയുന്നു, എല്ലാവരും രക്ഷിക്കപ്പെടണമെന്നും സത്യം അറിയണമെന്നുമാണ് അവിടുന്ന് ആഗ്രഹിക്കുന്നത്. പിതാവായ ദൈവം ആഗ്രഹിക്കുന്നത് നാം എല്ലാവരും രക്ഷിക്കപ്പെടണം എന്നാണ്. എങ്ങനെയാണ് നാം രക്ഷിക്കപ്പെടുന്നത്? എല്ലാവരും യേശുവിനെ അറിയണം, യേശുവിനെ വിശ്വസിക്കണം. കാരണം ഒരു ദൈവമേ നമുക്കുള്ളൂ. ദൈവത്തിനും മനുഷ്യനും മധ്യസ്ഥനായി ഒരുവനേയുള്ളൂ, മനുഷ്യനായ യേശുക്രിസ്തു. അവൻ എല്ലാവർക്കും വേണ്ടി തന്നെ മോചന മൂല്യമായി നൽകി. യോഹന്നാൻ 6:38 യേശു പറയുന്നു, ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നിരിക്കുന്നത് എൻ്റെ ഇഷ്ടം നിറവേറ്റാനല്ല, എന്നെ അയച്ചവൻ്റെ ഇഷ്ടം നിറവേറ്റാനാണ്. എല്ലാവരും രക്ഷിക്കപ്പെടണമെന്നും എല്ലാവരും യേശുവിനെ അറിയണമെന്നും ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ദൈവം തൻ്റെ പുത്രനായ യേശുവിനെ ഈ ഭൂമിയിലേക്ക് അയച്ചത്. യോഹന്നാൻ 3:16 നാം കാണുന്നത്, അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ദൈവം യേശുവിനെ ഭൂമിയിലേക്ക് അയച്ചത് ലോകത്തെ ശിക്ഷയ്ക്ക് വിധിക്കാനല്ല, പ്രത്യുത യേശു വഴി ലോകം രക്ഷ പ്രാപിക്കാനാണ്. യേശു ലോകത്തിൻ്റെ പാപഭാരം മുഴുവൻ ഏറ്റെടുത്ത് നമുക്ക് ലഭിക്കേണ്ട ശിക്ഷ മുഴുവൻ ഏറ്റെടുത്ത് നമുക്ക് വേണ്ടി യേശു കുരിശിൽ ജീവൻ ബലിയർപ്പിച്ചു. യേശു നമുക്കെല്ലാവർക്കും വേണ്ടി മോചന ദ്രവ്യമായി മാറി. യേശുവിൻ്റെ കുരിശുമരണത്തിൻ്റെയും തിരുരക്തത്തിൻ്റെയും യോഗ്യതയാലാണ് നാം ഓരോരുത്തരും രക്ഷിക്കപ്പെട്ടത്. പിതാവായ ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമാണ് യേശു നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി തൻ്റെ ജീവൻ നമുക്കായി ബലി അർപ്പിക്കാനായിട്ട് ഈ ഭൂമിയിലേക്ക് വന്നത്. യോഹന്നാൻ 17:17 യേശു പിതാവിനോട് പ്രാർത്ഥിക്കുന്നത്, അവരെ അങ്ങ് സത്യത്താൽ വിശുദ്ധീകരിക്കണമേ, അവിടുത്തെ വചനമാണ് സത്യം. എല്ലാവരും നിത്യജീവൻ പ്രാപിക്കണമെന്ന് പിതാവ് ആഗ്രഹിക്കുന്നുണ്ട്. എന്താണ് നിത്യജീവൻ? യോഹന്നാൻ 17:3 തിരുവചനം പറയുന്നു, ഏകസത്യദൈവമായ അവിടുത്തെയും അങ്ങയച്ച യേശുക്രിസ്തുവിനെയും അറിയുക എന്നതാണ് നിത്യജീവൻ. പിതാവായ ദൈവത്തെയും അവിടുത്തെ പുത്രനായ യേശുക്രിസ്തുവിനെയും അറിയുന്നതാണ് നിത്യജീവൻ. ഈ അറിവ് നമുക്ക് വെളിപ്പെടുത്തി തരുന്നത് പരിശുദ്ധാത്മാവാണ്. യോഹന്നാൻ 15:13 പരിശുദ്ധാത്മാവ് സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നമ്മെ നയിക്കും എന്ന് പറയുന്നുണ്ട്. ഈ പരിശുദ്ധാത്മാവിനെ ലഭിക്കുന്നതിന് വേണ്ടിയാണ് നാം നിരന്തരം പ്രാർത്ഥിക്കേണ്ടത്. നാം എല്ലാവരും വിവിധ ഭൗതിക ആവശ്യങ്ങൾക്കായിട്ട് പ്രാർത്ഥിക്കുന്നവരാണ്. എന്നാൽ നമുക്ക് അതെല്ലാം ആവശ്യമാണെന്ന് നമ്മുടെ പിതാവായ ദൈവത്തിന് അറിയാം. നമ്മെ സൃഷ്ടിച്ച് പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന ദൈവം തക്ക സമയത്ത് നമുക്ക് ഭൗതികവും ആത്മീയവുമായ എല്ലാ അനുഗ്രഹങ്ങളും നൽകും. അപ്പോൾ ഭൗതിക കാര്യങ്ങൾക്ക് വേണ്ടി നാം പ്രത്യേകം പ്രാർത്ഥിക്കേണ്ട കാര്യമില്ല. നാം പ്രാർത്ഥിക്കേണ്ടത് പരിശുദ്ധാത്മാവിനെ ലഭിക്കുന്നതിന് വേണ്ടിയാണ്. 1 പത്രോസ് 5:6 തിരുവചനം പറയുന്നു, ദൈവത്തിൻ്റെ ശക്തമായ കരത്തിൻ കീഴിൽ താഴ്മയോടെ നിൽക്കുവിൻ, അവിടുന്ന് നിങ്ങളെ തക്ക സമയത്ത് ഉയർത്തിക്കൊള്ളും. നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം അവിടുത്തെ ഏൽപ്പിക്കുവിൻ, അവിടുന്ന് നമ്മുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. മത്തായി 6:33 യേശു പറയുന്നുണ്ട്, നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക, അതോടൊപ്പം മറ്റുള്ളവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കും. അതാണ് നമ്മോട് തിരുവചനം പറയുന്നത്. സ്വപുത്രനെ പോലും ഒഴിവാക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി അവനെ ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സമസ്തവും നമുക്ക് നൽകാതിരിക്കുമോ എന്ന് തിരുവചനം ചോദിക്കുകയാണ്. എല്ലാം നമുക്ക് വേണ്ടതെല്ലാം ദൈവം തന്നിരിക്കും. കാരണം നാം ദൈവത്തിൻ്റെ മക്കളാണ്. എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.